നമസ്കാരം. റിട്ടയർഡ് കോളേജ് പ്രിൻസിപ്പൽ എന്ന നിലയിൽ സുകൃതി ഘോഷാലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിൻ്റെ സൗമ്യമായ പെരുമാറ്റമാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലെ ആദ്യ പോരാട്ടമാണിത്. എന്നാൽ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം പരിചയസമ്പന്നനായ ഒരു നേതാവിൻ്റെ വിശേഷണമാണ് ജനങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ നീണ്ട അധ്യാപന പരിചയം കൊണ്ടാവാം, അല്ലെങ്കിൽ തൻ്റെ പെരുമാറ്റം എപ്പോഴും വളരെ ഗംഭീരവും സംയമനം പാലിക്കുന്നതും ആയതുകൊണ്ടാവാം. പ്രചാരണത്തിനിറങ്ങുമ്പോൾ കഴിയുന്നത്ര കുറച്ച് സംസാരിക്കുമെങ്കിലും അദ്ദേഹം പറയുന്നതിനെല്ലാം യുക്തിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് കാര്യങ്ങളെല്ലാം. ദുർഗാപൂരിലെ വളരെ പഴയതും ശക്തവുമായ ഗാർഡ് റെഡ് ക്യാമ്പിൽ വലിയ വലിയ നേതാക്കളുടെ ഉയർച്ചകൾ ബർദ്വാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റു നേതാക്കളിൽ നിന്നുമൊക്കെ വ്യത്യസ്തനാണ് സുകൃതി ഘോഷാൽ. സ്ഥാനാർത്ഥിയായ ശേഷം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പാർട്ടി ഉത്തരവാദിത്വം നൽകി രാജ്യം നേരിടുന്ന അപകടത്തെക്കുറിച്ച്, യുവജന സമൂഹം നേരിടുന്ന അപകടത്തെക്കുറിച്ചും ഞാൻ ജനങ്ങളെ ബോധവൽക്കരിക്കും. പാർട്ടി പ്രവർത്തകരും അനുഭാവികളും വളരെ കാലമായി ജനങ്ങൾക്കൊപ്പമാണ്. അതുകൊണ്ട് പ്രചാരണം വൈകിയാലും കുഴപ്പമില്ല. ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഒപ്പമാണുള്ളതെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റേത്. അതിൽ CPM-ന് പൂർണ്ണമായ ആത്മവിശ്വാസവുമുണ്ട്. ബർദ്വാൻ ദുർഗാപൂർ ലോക്സഭാ മണ്ഡലത്തിന് ഗ്രാമീണ ബർദ്വാൻ കാർഷിക മേഖലയുടെയും ബർദ്വാനിലെ വ്യാവസായിക മേഖലയിലൂടെയും സ്പർശമുണ്ട്. മുൻകാലങ്ങളിൽ ഈ പ്രദേശം മുഴുവൻ റെഡ് ക്യാമ്പിൻ്റെ തീവ്ര ശക്തി കണ്ടിട്ടുണ്ട്. ആ ശക്തിയാണ് ഇപ്പോഴും CPM-നെ പിന്നോട്ട് നയിക്കുന്നത്. പാർട്ടി പ്രചാരണത്തിൽ പഴയ മുഖങ്ങൾ കാണാൻ പ്രദേശവാസികൾക്ക് ഒട്ടും ആശ്വാസമില്ലെന്ന് പറയേണ്ടതില്ലല്ലോ. അതേസമയം സ്ഥാനാർത്ഥിയുടെ അസാധാരണമായ സാന്നിധ്യവും പഴയ നാളുകൾക്കൊരു മറുമരുന്നാണ്. ഇതാണ് ഇടതുപാളയത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ആ ശക്തിയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ കൂടെ തന്നെയുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ വോട്ട് ഈ പഴയ ശരാശരിയിൽ ഇടിഞ്ഞു എന്നുള്ളതാണ് സത്യം. പാർട്ടിയിലെ ഏറ്റവും പ്രതിബദ്ധതയുള്ള വോട്ടർമാർ പോലും പാർട്ടിയോട് നിരാശരായി BJP-ക്ക് വോട്ട് ചെയ്തു. തൽഫലമായി ഒച്ചർ ക്യാമ്പ് മത്സരത്തിൻ്റെ ചെറിയ വ്യത്യാസത്തിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണെന്നാണ് നാട്ടുകാരുടെയും അഭിപ്രായം.